എൻ്റെ മോൻ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവൻ പഠിക്കാൻ പോയി ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് അവന് നേവിയിലെ എക്സാം എഴുതിയായിരുന്നു. ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ ആ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് മാർച്ച് ആയപ്പോഴത്തേക്കും മെഡിക്കലും ഫിസിക്കലും ഉണ്ട്. അത് എറണാകുളത്ത് വെച്ചാണ് നടന്നത്. ഫിസിക്കലെല്ലാം ഓക്കെ ആയി. റീമെഡിക്കൽ അടിച്ചു. മൂക്കിന് നന്നായിട്ട് വളവുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിറ്റ് ലോ ആയിരുന്നു. 49 കിലോയേ ഉള്ളായിരുന്നു. അവർക്ക് വേണ്ടത് 50 കിലോ ആയിരുന്നു. അപ്പോൾ അവനെ ആകെ വിഷമമായി. അവൻ വിളിച്ചു പറഞ്ഞ് കിട്ടത്തില്ലായിരിക്കും അമ്മേ, ഇതുപോലെ മൂക്കിനൊക്കെ വളവുണ്ടെങ്കിൽ ഒരിക്കലും എന്തായാലും നേവിയിലൊക്കെ ഒരു ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ 15 ദിവസത്തിനകം വീണ്ടും അവർ മെഡിക്കൽ എടുക്കും. അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ജോലി കിട്ടത്തുള്ളൂ. അപ്പം അവൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അവളാണ് പറഞ്ഞത്, ചേച്ചി ഒരു കാര്യം ചേച്ചിക്ക് ഇതിനെ നല്ല വിശ്വാസം ഉണ്ടല്ലോ ഇപ്പം. അപ്പോൾ ചേച്ചി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, മോൻ്റെ ഇത് വെച്ചിട്ട് ഉടമ്പടി എടുക്ക്, ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് എൻ്റെ കാലിന് ഒന്ന് വീണു. ഞാൻ ഒരു ചെറിയ പൊട്ടലുണ്ടായിട്ട് ബാൻഡേജ് ചുറ്റിയിരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 മാസം റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ അതിന് മുമ്പ് അവൻ്റെ വീണ്ടും മെഡിക്കൽ എടുക്കേണ്ടി വരും. അപ്പം ഞാനാകെ വിഷമിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ പരീക്ഷിക്കുവാണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുവായാലും ഡോക്ടറെ ചെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, ഒരു എക്സ്റേ എടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, മാതാവേ ഈ ബാൻഡേജ് മാറ്റിയില്ലെങ്കിലും ഞാൻ ഈ കാല് വെച്ചുകൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് വരും, ഉടമ്പടി എടുക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. എന്തുവാ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. ഡോക്ടർ വെറുതെ പറഞ്ഞു ഒന്ന് അഴിച്ചു നോക്കിയിട്ട് എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ കാലിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. 2 മാസം ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞ കാല് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി. കാരണം ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവിൻ്റെ വിളി കേട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഞാൻ ആ കാല് വെച്ച് പ്ലാസ്റ്റർ എടുത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. കാരണം ബസ്സിലാണ് ഞാൻ വന്നത്. അത്രയും തിരക്ക്. എനിക്ക് എന്നാലും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു, കാലിലൊക്കെ ചവിട്ടുമോ വല്ലതും കിട്ടുമോ എന്തുവാന്ന്. പക്ഷേ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ ഇവിടെ വന്ന് അത്രയും സമയം ഇവിടെ നിന്ന് എനിക്ക് ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഉടമ്പടി എടുത്തു. മോൻ്റെ ആ മെഡിക്കലിൻ്റെ കാര്യവും ജോലിയുടെ കാര്യവും വെച്ചിട്ട് ഞാൻ നിയോഗം എഴുതി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, വീട്ടിൽ ചെന്നു. അപ്പം മോന് അതിനിടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഈ ജോലി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം 15 ദിവസം കൊണ്ട് ഒരു മുറിവ് എന്തായാലും ഉണങ്ങി കിട്ടത്തില്ല. കാരണം ഒരു പാട് പോലും അവർക്ക് കാണരുത് മൂക്കിൽ. അപ്പം ഞങ്ങൾ പറഞ്ഞു സാരമില്ല ഡോക്ടറെ, ജോലി കിട്ടിയില്ലെങ്കിലും നാളെ ആയാലും അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. 14ാമത്തെ ദിവസം അവന് മെഡിക്കലിന് പോകണം. 14ാമത്തെ ദിവസം മെഡിക്കലിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് 49 കിലോ തന്നെ ഉള്ളൂ. അപ്പം 50 കിലോ അവർക്ക് വേണ്ടത്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവേ അവിടുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു തരണം. 49 കിലോ വെയിറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ മൂക്കിനെ ഒരു പാടുപോലും അവർ കാണാൻ ഇടപെടരുത്. 49 എന്നുള്ളത് അവർക്ക് വേണ്ടതിനെക്കാട്ടിലും 2 കിലോ കൂടുതൽ നീ എന്ത് അത്ഭുതം കാണിച്ചാണേലും കാണിച്ചു തരണം. അതുപോലെ തന്നെ അവൻ മെഡിക്കലിന് രാവിലെ വെളുപ്പിനെ ഇവിടുന്ന് പോയി. വൈകുന്നേരം ആയപ്പോൾ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എന്ത് അത്ഭുതമാണെന്നറിയില്ല, 49 കിലോ വെയിറ്റ് നോക്കിയത് അവൻ 52 കിലോ അവിടെ കാണിച്ചു. അത് അമ്മ മാതാവിൻ്റെ ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ മൂക്കിന് ഡോക്ടർമാർ വന്ന് മൂക്ക് എല്ലാം നല്ലതായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഒരു പാടുപോലും ആ മൂക്കിനകത്ത് കാണാൻ പറ്റിയില്ല. 15 ദിവസം കൊണ്ട് ആ മുറിവിനകത്ത് ഒരു പാടുപോലും കാണാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ അത് അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് തന്നത്. അതെല്ലാം കഴിഞ്ഞു. അവൻ മെഡിക്കലൊക്കെ എല്ലാം ഓക്കെ ആയി വന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 മാസം കഴിഞ്ഞ് കാണും. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാം ലിസ്റ്റ് വന്നപ്പോഴേ ഇവൻ്റെ പേര് അതിലില്ല. അപ്പോൾ ഇവൻ്റെ പേര് ഇല്ലെന്ന് മാത്രമല്ല, നോട്ട് എലിജിബിൾ എന്നാണ് ഇവൻ്റെ മെസ്സേജ് വന്നത്. അപ്പോൾ അവൻ ഉറപ്പിച്ചു അത് കിട്ടത്തില്ല. അപ്പോൾ അവന് ഭയങ്കര വിഷമമായെന്ന് പറഞ്ഞാൽ ആദ്യമേ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത്രയെല്ലാം കിട്ടിയിട്ട് ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് പേര് വന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൻ പറഞ്ഞു അമ്മയോ കിട്ടത്തില്ല. അവൻ വിഷമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താണ്? അത് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ മെസ്സേജാണ് വന്നത്, അത് കിട്ടത്തില്ല, അത് പോയി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ്
കുഴപ്പമില്ല, നിനക്ക് കിട്ടും. അത് ഇനി എങ്ങനെയാണ് കിട്ടുന്നത്, നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത ആളിനെ വിളിക്കാനും തുടങ്ങി. ഞാൻ പറഞ്ഞു, നിനക്കിതല്ല കിട്ടാൻ യോഗമെങ്കിൽ അമ്മ മാതാവ് ഇതിനെക്കാട്ടിലും വലുത് എന്തോ നിനക്ക് വെച്ചിട്ടുണ്ട്, അതായിരിക്കും കിട്ടുന്നത്. ഇതാണ് വലുതെങ്കിൽ അമ്മ നിനക്കിത് തന്നെ തരും. എനിക്ക് 100% വിശ്വാസമുണ്ട് ഇത് തന്നെ കിട്ടുമെന്ന്. അത് കഴിഞ്ഞൊരു 3-ാമത്തെ ദിവസമാണ് ഒരു 8 മണിയായപ്പം കോളം ലെറ്റർ വന്നത്, 16-ാം തീയതി ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് ട്രെയിനിങ്ങിന്. അപ്പം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി. കാരണം നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞെടുത്തു എന്നാണ് കോളം ലെറ്റർ വന്നത്, 16-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അത് അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഇടപെടൽ കാരണം കിട്ടിയതാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഞങ്ങളുടെയും അവൻ്റെയും ഒരു കഴിവുകൊണ്ടും കിട്ടിയതല്ല. അത് 16-ാം തീയതി ജോയിൻ ചെയ്യണം, 14-ാം തീയതി ഇവിടുന്ന് പോകണം. 9-ാം തീയതി രാത്രിയിലാണ് മെസ്സേജ് വരുന്നത്. പിറ്റേന്ന് 3 ദിവസം ലീവ് അവധിയാണ്. അപ്പോൾ PCC എടുക്കണം, വില്ലേജ് ഓഫീസിൽ പോകണം, താലൂക്ക് ഓഫീസിൽ പോകണം. ഒറ്റ ദിവസം കൊണ്ട് ഈ പേപ്പറുകളെല്ലാം ശരിയാവണം. PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്തുവരും ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. എങ്ങനെ സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ ഓരോരുത്തരെ കണക്ട് ചെയ്ത് തന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം 4 മണിയാവുന്നതിന് മുമ്പ് എനിക്കിതെല്ലാം ശരിയാക്കി തന്നു. അത് അമ്മ മാതാവ് തന്നെയാണ് അവിടെ പ്രവർത്തിച്ച് ഓരോരുത്തരെ കണക്ട് ചെയ്തത് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാം ശരിയായി. അവൻ ഇവിടുന്ന് പോയി. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അവൻ്റെ കയ്യിൽ ഉപ്പും തേനും കൊടുത്താണ് വിട്ടത്. ഞാൻ പറഞ്ഞു, മോന് എല്ലാ ദിവസവും ഇത് ഉപയോഗിച്ച് വേണം ട്രെയിനിങ്ങിന് പോകാൻ. ട്രെയിനിങ്ങിന് പോയപ്പോഴും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. അതും അവിടെ അമ്മ പ്രവർത്തിച്ചത് അവൻ്റെ റൂമിൽ 4 മലയാളി പിള്ളേരെ കൊല്ലത്തുള്ള കൂട്ടുകാരെ കൊടുത്ത് അമ്മ സഹായിച്ചു. അപ്പോൾ അത്രയും ആ ഒരു വിഷമം അവൻ അറിഞ്ഞില്ല. ട്രെയിനിങ് സമയത്ത് നേവിയിൽ സ്വിമ്മിങ് ഒക്കെ നിർബന്ധമാണ്. അപ്പോൾ സ്വിമ്മിങ് പാസ്സാവണം. അപ്പോൾ സ്വിമ്മിങ് പാസ്സാവണമെങ്കിൽ 3-ാമത്തെ തവണ അവൻ പാസ്സായില്ല. അങ്ങനെ സ്വിമ്മിങ് പാസ്സാവണോ എന്ന് പറഞ്ഞു അവൻ എന്നെ ഒരു ദിവസം വിളിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, കുഴപ്പമില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ഞാനും പ്രാർത്ഥിക്കാം, മാതാവ് ഒരു കുഴപ്പവും വരുത്തത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വൈകിട്ട് ജപമാല ചൊല്ലി മുട്ടുകുത്തിയിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തരുന്നത് അവൻ്റെ ഒരു കയ്യിൽ യേശുവിൻ്റെ കരങ്ങളും ഒരു കയ്യിൽ മാതാവിൻ്റെ കരങ്ങളും പിടിച്ച് അവനെ പിടിച്ചുകൊണ്ട് പോയി ആ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയി അവനെ സ്വിമ്മിങ്ങിൻ്റെ അങ്ങ് അറ്റത്തെത്തിക്കുന്ന കാഴ്ചയാണ് എനിക്ക് മാതാവ് കാണിച്ചു തന്നത്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവന് കിട്ടിയെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സ്വിമ്മിങ് പാസ്സായ അമ്മേ, മുങ്ങി താഴോട്ട് പോയതാ എന്തോ ഒരു ശക്തി അവനെ പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് തോന്നി. അമ്മ മാതാവും യേശുവും ആണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണ്. അവിടെ അമ്മ മാതാവും യേശു എന്നെ കാത്തുരക്ഷിച്ചു.